ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുക. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം വരെയുള്ള ഭാഗങ്ങൾ. ധാരാളമായി ചിന്തകളും ധാരാളമായി സംശയങ്ങളുമൊക്കെ പലപ്പോഴും തോന്നാവുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടു. അതിൻ്റെ ആദ്യ ഭാഗത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വാളിനെ അല്ലാതെ സമാധാനം ഉണ്ടാക്കുവാനല്ല വന്നത് എന്ന് പറഞ്ഞ് ആരംഭിക്കും. അവിടെ പറയുന്നുണ്ട്, പിതാവിന് മകനോടും മാതാവിന് മകളോടും അമ്മായിയമ്മയും മരുമോളും ഒക്കെ ആയിട്ടുള്ള ആ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചേക്കും, കർത്താവ് ഇങ്ങനെ പറയാൻ കാരണമെന്താ എന്നുള്ളത് ചോദിച്ചേക്കാം. അത് പറയുന്നത് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിലും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലും നിന്നുകൊണ്ടാണ്. കർത്താവ് എപ്പോഴും ചാട്ടവാറെടുത്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. കർത്താവ് എപ്പോഴും അത്ഭുതങ്ങളെ പ്രവർത്തിപ്പിച്ചിട്ടുമില്ല, പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. അവിടെ നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ ആണ് പലപ്പോഴും കർത്താവ് പ്രവർത്തിക്കും. കർത്താവിൻ്റെ അടുക്കിലേക്ക് 4 പേര് പക്ഷവാത രോഗിയെ കൊണ്ടുവരുമ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് സൗഖ്യം കൊടുക്കുന്ന പോലെ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങിച്ച അനുഭവങ്ങളും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്നത്, ദൈവത്തെക്കാൾ ഉപരിയായി നിങ്ങൾ അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ ലോകത്തിലുള്ള ഏതിനെയെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ള വലിയ ചിന്ത വീണ്ടും ഓർപ്പിക്കുകയാണ്. ഒരുവൻ സ്വന്തം ജീവൻ സുരക്ഷിതമാക്കുവാൻ നോക്കുന്നുവെങ്കിൽ അതിനെ നശിപ്പിക്കും. എന്തെന്നാൽ എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടുകയും ചെയ്യും എന്നുള്ളത്. എനിക്ക് കൂടുതലായി ഇന്ന് നിങ്ങളോട് ചിന്തയ്ക്ക് വയ്ക്കാനുള്ളതും ഈ ഒരു വേദഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവനെ സുരക്ഷിതമാക്കുവാൻ ആഗ്രഹിക്കുകയും വെമ്പൽ കൊള്ളുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ ഇരിക്കുമ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിലെ ചിന്ത മുഴുവനും നമ്മുടെ സുരക്ഷിതത്വത്തെ പറ്റി, അത് റോഡിലിറങ്ങുമ്പോഴുള്ള അപകടത്തെ പറ്റിയുള്ള സുരക്ഷിതത്വം മാത്രമല്ല, ജീവിതത്തിൽ നാളെ എങ്ങനെ എന്നുള്ള ചിന്തകളെയാണ് നമ്മളെ കൂടുതലും ഭരിക്കുന്നത്. ചിലർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടാവും. വാർദ്ധക്യത്തിലെത്തുമ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാം. ചിലർ വിചാരിക്കുന്നത് അതിനും അപ്പുറം അടുത്ത തലമുറ, നമ്മുടെ മക്കൾ എങ്ങനെ സുരക്ഷിതരാകാം. ചിലർക്ക് അതിനും അപ്പുറമാണ്, വരുന്ന തലമുറയ്ക്ക് വേണ്ടി, ഇന്നിനു വേണ്ടിയല്ല അവർ ജീവിക്കുന്നത്, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി അധ്വാനിക്കുകയും അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അധ്വാനിക്കുന്ന തലമുറകൾ നമ്മുടെ ഇടയിലുണ്ട്. തൊട്ടടുത്ത ദിവസത്തിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നവരുമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു ചിന്ത ആ പുസ്തകത്തിലുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു മനുഷ്യൻ വളരെ സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഓടി നടക്കുക. പക്ഷെങ്കിൽ അവൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ സമയത്ത് അവൻ സ്വന്തം കുടുംബത്തിലുള്ള എല്ലാവരെയും പിണക്കി
സ്വന്തം അയൽവക്കക്കാരോട് പിണങ്ങി വലിയ മതിൽ കെട്ടി, ആരോടൊക്കെ പിണങ്ങാവോ അവരോടൊക്കെ പിണങ്ങി, ആരോടൊക്കെ പരുക്ഷമായി സംസാരിക്കാവോ അവരോടൊക്കെ പരുക്ഷമായി സംസാരിച്ചു. ആരൊക്കെ തൻ്റെ അടുക്കിലേക്ക് സഹായത്തിന് വന്നോ അവരുടെ എല്ലാം മുമ്പിൽ അവൻ്റെ വാതിൽ കൊട്ടിയടച്ച് സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ജീവിച്ച, സ്വന്തം അധ്വാനം, സ്വന്തം കൂട്ടിവയ്പ്പിൽ മാത്രം ശ്രദ്ധിച്ച ഒരു മനുഷ്യൻ. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ചില ശാരീരികമായ ക്ഷീണം ഉണ്ടായി. ആശുപത്രിയിൽ ചെന്നു. ഡോക്ടർ വിശദമായ പരിശോധനകളൊക്കെ നടത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും 3 ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് ആയുസ്സുള്ളൂ. ഈ ഭൂമിയിൽ ജീവനോട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് 3 ദിവസം. ആ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മരിക്കും, നിശ്ചയം. അദ്ദേഹത്തിന് ആ ഡോക്ടറുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹം വേറൊരു ഡോക്ടറെ കണ്ടു. അദ്ദേഹവും പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ പണം തരാമെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ചികിത്സകൾ ബാക്കിയുണ്ടായാലും 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിക്കുകയില്ല എന്ന് അടുത്ത ഡോക്ടറും പറയുക. അദ്ദേഹം വളരെ വിഷമത്തോടെ തൻ്റെ വീട്ടിലേക്ക് ചെന്നു. തൻ്റെ ഭാര്യയെ ഇതുവരെ സ്നേഹിക്കാത്ത രീതിയിൽ അദ്ദേഹം സ്നേഹിച്ചു. പിണങ്ങിപ്പോയ മക്കളെയൊക്കെ കൂട്ടി വരുത്തി, അവരോടൊക്കെ ആഹാരം കഴിച്ചു, അവരോടൊക്കെ സന്തോഷമായി സംസാരിച്ചു. തൻ്റെ അയൽവക്കത്ത് കെട്ടിയിരുന്ന വലിയ വേലികളൊക്കെ അദ്ദേഹം പൊളിച്ചു കളഞ്ഞു. അവരെയും തൻ്റെ വീട്ടിലോട്ട് വിളിച്ചു. തൻ്റെ ഓർമ്മയിൽ ആരോടൊക്കെ സഹായത്തിന് വാതിൽ കൊട്ടി അടച്ചോ അവരെയൊക്കെ ചെന്ന് കണ്ടു തൻ്റെ അധ്വാനത്തിൽ നിന്ന് കൊടുത്തു. കാരണം അദ്ദേഹം ചിന്തിച്ചു, ഇനിയും സ്നേഹിക്കാതെ ഇരിക്കാൻ, ഇനിയും എൻ്റെ അധ്വാനങ്ങൾ ചോദിച്ച് ആർക്കെങ്കിലും സഹായത്തിന് ഉപകരിച്ചില്ലെങ്കിൽ എനിക്കിതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു. പക്ഷെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹം വീണ്ടും അതേ അവസ്ഥയിൽ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതാണ് എന്നെ വളരെയധികം വേദനിപ്പിച്ചത്. ഈ മനുഷ്യനോട് ഡോക്ടർ 3 ദിവസം എന്ന് പറഞ്ഞു എങ്കിൽ നമ്മളോടും ഡോക്ടറല്ല ദൈവം ചില കാലയളവ് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത മണിക്കൂറാകാം, ഒരുപക്ഷെങ്കിൽ നാളെയാകാം. ഈ മനുഷ്യനോട് പറഞ്ഞ പോലെ 3 ദിവസം കൂടി ആകാം നമ്മുടെ ആയുസ്. അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പാവാം, അടുത്ത ഞായറാഴ്ച കഴിഞ്ഞാവാം. ദൈവം ഇതേപോലെ ഈ വൈദ്യനെ പോലെ നമുക്ക് ഒരു കാലയളവ് തീരുമാനിച്ചിട്ടുണ്ട്. ആ മനുഷ്യനോട് 3 ദിവസം എന്ന് പറഞ്ഞെങ്കിൽ അതെന്താണെന്ന് അറിയില്ല എന്ന് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ, ഈ നിമിഷം അല്ലെങ്കിൽ മറ്റൊരു നിമിഷം കടന്നു പോകേണ്ടവരാ നമ്മളൊക്കെ. നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനേക്കാൾ ഉപരി ദൈവം തന്നിരിക്കുന്ന കുടുംബം, ദൈവമാക്കി വച്ചിരിക്കുന്ന സമൂഹം, ദൈവമാക്കി വച്ചിരിക്കുന്ന ഇടവക, ദൈവമാക്കി വച്ചിരിക്കുന്ന ജോലി ചെയ്യുന്ന സഹജീവികൾ, കൂടെ പഠിക്കുന്നവർ, നാം കണ്ടുമുട്ടുന്ന ധാരാളം ആളുകൾ, അവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറുവാൻ, അവരുടെയൊക്കെ ചില സങ്കടങ്ങളിൽ അവരുടെ കണ്ണുനീരൊപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ സുരക്ഷിതത്വമൊക്കെ വെറുതെയാണ്. ഈ കൂട്ടിവെപ്പൊക്കെ അവിടെ കിടന്ന് ആർക്കും പ്രയോജനപ്പെടുത്താതെ തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മെ ഓർപ്പിക്കുന്നതും അത്രയുമാണ്. തൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന, തുടർന്ന് പറയുന്ന ഒരു വാക്യം കൂടിയുണ്ട്, ഈ ചെറിയവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിക്കാൻ കൊടുത്തെങ്കിൽ അതിനുള്ള പ്രതിഫലം നഷ്ടമാകില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ടും പറയുന്നു എന്ന് ശിഷ്യന്മാരെ ഓർപ്പിക്കുക. ആ ഒരു വേദഭാഗം നമ്മുടെ മനസ്സിലും എന്നും ഓർത്തിരിക്കുവാൻ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മുമ്പിൽ വരുന്നവർക്ക് ദൈവം തന്നിരിക്കുന്ന സഹായങ്ങളിൽ നിന്ന്, നന്മകളിൽ നിന്ന് ചിലത് കൊടുക്കുവാൻ നമുക്കും ഇടയാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്ന, ഞാൻ ഇന്നലെ ഓർക്കുകയായിരുന്നു,
ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്നത് ഇന്നലെയാണ്. ഈ അടുത്ത കാലത്ത് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ ഇത്രയും കുഞ്ഞുങ്ങൾ വന്നത് ആദ്യം. നിങ്ങൾ ഇനിയും ശ്രദ്ധിച്ചറിയാം, ഇത്രയും കുഞ്ഞുങ്ങൾ ഹൂസോയെ പ്രാപിച്ചൊരു ദിവസം ഇതിനു മുമ്പുണ്ടെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്കോ കഴിഞ്ഞ ജൂണിലോ ആയിരിക്കും. കാരണം എന്താ? സ്കൂൾ തുറക്കാൻ പോവാ, അല്ലെങ്കിൽ പരീക്ഷ എടുക്കണം. അതുകൊണ്ട് ഈ സീസണായിട്ടുള്ള ആത്മീയ അനുഭവങ്ങളല്ല ഇത് നല്ലത്, ആരും വേണ്ടെന്ന് പറയുന്നില്ല. ഇതേ അനുഭവം എന്നും കാത്തു സൂക്ഷിക്കാൻ ഇടയാകണം. എല്ലാത്തിനേക്കാൾ ഉപരി വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു വാക്യം ഓർക്കുക: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനും ദൈവം ഇടയാകട്ടെ. ഈ ബന്ധം, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.